ഹായ്, എല്ലാവർക്കും enrouteന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനുള്ളത് കോട്ടയത്താണ്. ഞാൻ രാവിലെ ഒരു 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഏറ്റുമാനൂർ വന്നു. ഏറ്റുമാനൂരിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് ബിവിനുണ്ട് കൂടെ. അവനെ വീട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് ഇപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് കോട്ടയത്തേക്കാണ്. കോട്ടയത്ത് പോയി അവിടെ ഒരു ആമ്പൽപ്പാടം ഉണ്ട്, അത് കാണാൻ പോവുകയാണ്. അപ്പം ലാസ്റ്റ് ഇയറൊക്കെ നമ്മൾ ന്യൂസിൽ കണ്ടു കാണും, ഏതാണ്ട് 700 ഏക്കറിൽ ഫുൾ ആമ്പലായിരുന്നു. ഇപ്രാവശ്യം ആമ്പലുണ്ട്, അത്രയും ഇല്ലെന്നാണ് അറിഞ്ഞത്. എന്നാലും നമുക്ക് പോയി നമ്മുടെ ആമ്പലിലൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇന്നത്തെ വീഡിയോ ഇപ്പോൾ അതിൻ്റെ ആയിരിക്കും. സോ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ ഇവിടുന്ന് ഒരു വള്ളം പിടിച്ച് വള്ളത്തേൽ നേരെ ആമ്പൽപ്പാടം ഒന്ന് കാണാൻ പോവുകയാണ്. എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അതുപോലെ തന്നെ അവൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ അടുത്തുണ്ട്. അവൻ്റെ വള്ളത്തിലാണ് ഞങ്ങളിന്ന് പോകുന്നത്. ഇത് വലിയൊരു വള്ളമാണ്, ഇത് കിടക്കുന്നതാണ് വള്ളം. ഈ വള്ളത്തിലാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. പോയി നേരെ ആമ്പൽപ്പാടം എല്ലാം കണ്ട് തിരിച്ചു വരാം. ഓക്കെ. ഇപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ വള്ളത്തിൽ കയറി നമ്മൾ ഇതിൻ്റെ അകത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഞാൻ ന്യൂസിലൊക്കെ നോക്കിയപ്പോൾ തന്നെ ഇത് കാണുന്ന ഈ പാടശേഖരം ഏതാണ്ട് 700 ഏക്കറിൽ ലാസ്റ്റ് ടൈമിൽ പൂത്ത് കിടന്നതാണ്. ഇപ്പോൾ കുറച്ച് കുറവാന്ന് തോന്നുന്നു, എന്നാലും നല്ല ഏരിയയിൽ കിടക്കുന്നുണ്ട്. അല്ല, നമുക്ക് അകത്തോട്ട് പോയി നോക്കാം എന്തോരം ഉണ്ടെന്ന്. ശരിക്കും ഇപ്പം നമ്മൾ ബോട്ട് ഇറക്കി, അതായത് നമ്മൾ ഇത്ര നേരം തുഴകൊണ്ടായിരുന്നു തുഴഞ്ഞത്. അതിനുശേഷം നമ്മളിപ്പം മോട്ടർ സ്റ്റാർട്ടാക്കി നമ്മൾ നേരെ അകത്തോട്ട് പോവുകയാണ്. ഇതിപ്പോൾ നമ്മൾ സൈഡിൽ കുറച്ച് പൂവ് ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ നേരെ അകത്തോട്ട് പോവുകയാണ്. നമുക്ക് അകത്ത് പോയി നോക്കി എന്തോരം പൂവുണ്ടെന്ന്. ഇത് ആക്ച്വലി കോട്ടയം ഡിസ്ട്രിക്റ്റിലെ തിരുവായ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. രാവിലെ തന്നെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഏകദേശം ഒരു 9-9:30 വരെ പൂ വിടർന്ന് നിൽക്കുക. അതിനുശേഷം പൂ വാടിപ്പോവും. സോ വരുന്നവരാരും നേരത്തെ തന്നെ വന്ന് കാണാൻ മാക്സിമം ശ്രമിക്കുക. നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റോളം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് എത്തി. ഉള്ളിൽ നല്ലപോലെ പൂക്കളുണ്ട്. നമ്മളിപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ടിൽ കാണുകയും നമ്മുടെ വള്ളം നേരെ കയറുന്നത് ഇതിൻ്റെ ഉള്ളിലോട്ടാണ്. ഇതിൻ്റെ അകത്ത് മൊത്തം പൂവാണ്. ഇതാ നമ്മൾ നേരെ കയറുന്നത് ഇതിൻ്റെ ഉള്ളിലോട്ടാണ്. വാവ്, ഓഫ്, ഭയങ്കരം തന്നെ.
ഇത് പക്ഷെ പോയതാ പകുതിയുള്ളൂ. ഇതേപോലത്തെ വലിയ പൂക്കളാണ് കേട്ടോ. എന്താ ആ താമര പോലത്തെ പൂവാണ് ആമ്പൽ. നമ്മുടെ അവിടെയൊക്കെ കാണുന്ന ചെറിയ ചെറിയ ആമ്പലാണ്, പക്ഷേ ഇത് ഭയങ്കര വലിയ ആമ്പലാണ്. ഇപ്രാവശ്യം വലിപ്പം കുറഞ്ഞു പോയല്ലേ. ഇതാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ള ചേട്ടൻ. ഈ ചേട്ടൻ്റെ വീട് ഇവിടെ അടുത്താണ്. ആർക്കെങ്കിലും വന്നെന്ന് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ ചേട്ടൻ്റെ നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾ രാവിലെ വിളിച്ചിട്ട് വന്നാൽ മതി. നേരത്തെ വിളിക്കണം. നേരത്തെ വിളിച്ചിട്ട് വന്നാൽ നിങ്ങൾക്ക് ഇതുപോലെ വന്ന് ഇവിടെ കണ്ടിട്ട് പോകാം രാവിലെ തന്നെ. ഇതിൻ്റെ അഡ്രസ്സും ഡീറ്റെയിൽസും എല്ലാം ഞാൻ വീഡിയോയുടെ അടിയിൽ കൊടുത്തേക്കാം. വന്ന് ഫോട്ടോഗ്രാഫിക്കൊക്കെ നല്ല പറ്റിയ സമയമാണ്. നല്ല ഫോട്ടോഗ്രാഫിക്കൊക്കെ നല്ല പറ്റിയ സ്ഥലം തന്നെയാണ്. ആ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ലിജോയാണ്. ഇവനാണ് നമുക്ക് ഇതൊക്കെ അറേഞ്ച് ചെയ്ത് തന്നത്. ഇവൻ്റെ റിലേറ്റീവ് തന്നെയാണ് നമുക്ക് വള്ളത്തിൽ പോകുന്നത്. സോ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇവർക്ക് നമ്പർ ഇട്ടേക്കാം, അപ്പച്ചൻ്റെ നമ്പർ ഇട്ടേക്കാം, വള്ളത്തിൽ പോകുന്ന അപ്പച്ചൻ്റെ. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വരുമ്പോൾ ഈ നമ്പറിൽ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്തിട്ട് വന്നാൽ നിങ്ങൾക്ക് വള്ളം കിട്ടുന്നതായിരിക്കും. രാവിലെ 9:30 അപ്പച്ചൻ പറയണത് രാവിലെ ഏകദേശം 9 മണിക്ക് മുമ്പ് ഇവിടുത്തെ സംഭവം എല്ലാം കഴിയും. അതുകൊണ്ട് നിങ്ങൾ വരുവാണെങ്കിൽ രാവിലെ ഒരു 7 മണിക്കൊക്കെ വരുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. നിങ്ങൾക്ക് അത്യാവശ്യം പൂവെല്ലാം വിരിഞ്ഞ് നിൽക്കണത് കാണാം, അല്ലെങ്കിൽ പിന്നെ മുട്ടായി പോവും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. പുതിയ വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ബൈ.